ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാമിൻ്റെ എക്കണോമിക്സ് പാർട്ടിലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഒരു സബ് ടോപ്പിക് ആയിട്ടുള്ള യൂട്ടിലിറ്റിയാണ്. എ കൺസ്യൂമേഴ്സ് ഡിമാൻഡ്സ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ദി ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. യൂട്ടിലിറ്റി റെഫേഴ്സ് ടു ദ വോണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഒരു കൺസ്യൂമർ ഒരു വസ്തു വാങ്ങണമോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ആ വസ്തു വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കുന്ന ഒരു യൂട്ടിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ആവശ്യം തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദ ഗ്രേറ്റർ ദ നീഡ് ഓർ ഡിസയർ ഫോർ എ കമ്മോഡിറ്റി, ദ ഹയർ ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. സോ ആ വസ്തുവിൻ്റെ ആവശ്യം കൂടുന്തോറും അതിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ് ആൻഡ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത യൂട്ടിലിറ്റിയാണ് ഒരു വസ്തുവിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുമ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് യൂട്ടിലിറ്റി ഫോർ ദ സെയിം കമ്മോഡിറ്റി. For example, someone who likes chocolates will gain higher utility from it than someone who does not. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത യൂട്ടിലിറ്റിയാണ് ഒരു വസ്തുവിൽ നിന്ന് ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ചോക്ലേറ്റിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു യൂട്ടിലിറ്റി ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റിയേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. Utility can change depending on place and time. For example, a room heater provides more utility in Ladakh than in Chennai, or during winter rather than summer. അതുപോലെ ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ ഒരു സമയത്ത് നമുക്ക് ലഭിച്ച യൂട്ടിലിറ്റി ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല നമ്മൾ വേറൊരു സമയത്ത് ഉപയോഗിക്കുമ്പോൾ. ചില സമയത്ത് നമുക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയും ചില സമയത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ പായസം കുടിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. സോ ഇതാണ് പറയുന്നത്, ഓരോ സമയത്തും യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്ലേസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലഡാക്കിൽ നമ്മൾ ഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ല നമ്മൾ ചെന്നൈയിൽ ഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുമാത്രമല്ല, വിൻ്റർ സമയത്തും സമ്മർ സമയത്തും ഈ രണ്ട് സമയങ്ങളിലും നമ്മൾ ഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ വ്യത്യസ്ത സാറ്റിസ്ഫാക്ഷനായിട്ടാണ് കിട്ടുന്നത്. സോ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്ലേസിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ്. മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി. Measurement of utility refers to the concept of quantifying the satisfaction or happiness a consumer derived from consuming goods and service. In economics, utility represents the consumer preference or satisfaction level, and it can be measured in two main ways: cardinal utility and ordinal utility. കൺസ്യൂമർ പ്രിഫറൻസ് അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ബേസ് ചെയ്തിട്ട് നമുക്ക് യൂട്ടിലിറ്റിയെ രണ്ട് രീതിയിൽ മെഷർ ചെയ്യാം. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി, മറ്റേത് ഓർഡിനൽ യൂട്ടിലിറ്റി. Cardinal utility. Cardinal utility assumes the utility can be measured in absolute numerical terms, much like weight or height. Consumers can assign specific number to the satisfaction they receive from goods. കാർഡിനൽ യൂട്ടിലിറ്റി ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്കൊരു ന്യൂമറിക്കൽ നമ്പർ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം. വെയ്റ്റും ഹൈറ്റും ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കറക്റ്റ് ന്യൂമറിക്കൽ ടേം വെച്ചിട്ടാണ്. അതുപോലെ നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യാം. For example, a consumer might say they receive 50 units of utility from consuming one apple and 30 units of utility from one banana, making utility measurable in cardinal numbers. സോ ഇവിടെ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് പറയുന്നത്. ഒരു കൺസ്യൂമർ ബനാന വാങ്ങിയപ്പോൾ അയാൾക്ക് 30 യൂണിറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ആപ്പിൾ വാങ്ങിച്ചപ്പോൾ
50 യൂണിറ്റ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സോ ഇതുപോലെ നമുക്കിവിടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ബേസ് ചെയ്തിട്ട് നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യാം. യൂട്ടിലിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ യൂണിറ്റ്സ് കോൾഡ് യൂട്ടിൽസ്. യൂട്ടിൽസ് എന്ന യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത്. Utility differences can be quantitatively compared. For example, 50 utils is exactly twice as much as 25 utils. യൂട്ടിലിറ്റി ഡിഫറൻസ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി കമ്പയർ ചെയ്യാം. 50 യൂട്ടിൽസ് എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് 25 യൂട്ടിൽസ് ആണ്. കാർഡിനൽ യൂട്ടിലിറ്റി ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓർഡിനൽ യൂട്ടിലിറ്റി. Ordinal utility assumes that utility cannot be measured in precise numbers, but it can be ranked or ordered based on preference. Consumers cannot say how much more they preferred one good to another, but it indicates which good they prefer. ഓർഡിനൽ യൂട്ടിലിറ്റി കൃത്യമായിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് റാങ്ക് ചെയ്യാം. കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് റാങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം. 1 2 3 ഇങ്ങനെ ഓർഡർ ചെയ്യാം. കൺസ്യൂമർ ഒരു ഉൽപ്പന്നം മറ്റൊന്നിനേക്കാൾ എത്ര കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഏത് പ്രൊഡക്റ്റാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്ന് നമുക്കിതിൽ പറയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, എ കൺസ്യൂമർ might prefer apples to bananas, but they cannot say by how much. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു കൺസ്യൂമർ ആപ്പിളിനേക്കാൾ കൂടുതൽ ബനാനയെ പ്രിഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എത്രയാണെന്ന് നമുക്കവിടെ പറയാൻ കഴിയില്ല. യൂട്ടിലിറ്റി ഈസ് റാങ്ക്ഡ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് rather than measured in units. It is used in ordinal utility analysis, which includes tools like indifference curves to show different combination of goods that provides the same level of utility. ഇത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിഫറൻസ് കർവ് ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇൻഡിഫറൻസ് കർവിലും മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറിയാണ്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് യൂട്ടിലിറ്റിയാണ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ, അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത് 2 ടൈപ്പിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റിയും മറ്റേത് ഓർഡിനൽ യൂട്ടിലിറ്റിയും. കാർഡിനൽ യൂട്ടിലിറ്റി ന്യൂമറിക്കൽ ടേംസ് റിലേറ്റ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. അടുത്ത വീഡിയോകളിൽ ഈ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ ടോപ്പിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.